യൂണിവേഴ്സിറ്റിയിലെ S4 സെമസ്റ്ററിൽ നമ്മൾ MA 202 അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ മോഡ്യൂൾ 4 ആയ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ അതുപോലെ മാത്സ് ആണ്, അപ്പോൾ കൂടുതൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക, ഒപ്പം തന്നെ വീഡിയോ കാണുക. ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഫോമിന് നമുക്ക് വേറൊരു ഫോമിലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. നമുക്ക് ലെറ്റ് എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ലെറ്റ് എഫ് ഓഫ് ടി ബി എ ഫംഗ്ഷൻ. എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്കത് എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ കൂടെ നമ്മൾ ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക, അതായത് 0 to ഇൻഫിനിറ്റി എടുക്കുക, ഡി ടി. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർമുലയാണ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. നമുക്കൊരു ബേസിക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന 1 ആണെങ്കിൽ ഫൈൻഡ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഫൈൻഡ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന 1 ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അതിനിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. സോ നമുക്ക് ആദ്യമേ അത് ഫോർമുല ആയിട്ട് എഴുതാം. എഫ് ഓഫ് എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതാം. അതായത് ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അതായത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നോക്കേണ്ടത് ഇൻ്റഗ്രൽ ഓഫ് എ ടി ഡി ടി എന്താണെന്ന് നമുക്കറിയാം. ഇൻ്റഗ്രൽ ഓഫ് എ ടി ഡി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ബൈ എ ആണ്. സോ ഇത് യൂസ് ചെയ്ത് നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ ഇവിടെയുള്ള നമ്പർ എന്ന് പറയുന്നത് മൈനസ് എസ്. സോ ഡിവൈഡ് ബൈ മൈനസ് എസ്. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് ഇവിടെ ടിക്കാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് പകരം നമ്മൾ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ മൈനസ് എസ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 0 ഡിവൈഡ് ബൈ മൈനസ് എസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എനി നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 0 എനി നമ്പർ ഇൻറ്റു 0 ഡിവൈഡ് ബൈ മൈനസ് എസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മളിവിടെ 0 ഡിവൈഡ് ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ 1 ഡിവൈഡ് ബൈ മൈനസ് എസ്, അതായത് 0 ഡിവൈഡ് ബൈ എനി നമ്പർ എന്ന് പറയുന്നത് 0 ഡിവൈഡ് ബൈ മൈനസ് 1 ബൈ മൈനസ് എസ്. അതായത് ആൻസർ എന്ന് പറയുന്നത് എന്താ കിട്ടി, 1 ബൈ എസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടിയത് എന്താണ്, 1 ബൈ എസ്. അതായത് എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ബൈ എസ് ആണ്. അതേപോലെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും വേറെ ടോപ്പിക്കാണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് 1 ബൈ എസ്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയത് എൽ ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്താണ്, 1 ബൈ എസ് ആണ് നമുക്ക് കിട്ടിയത്. അതേപോലെ അത് തന്നെയാണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് എന്തായിരിക്കും, എൽ ഇൻവേഴ്സ് ഈ എൽ ഇപ്പുറം പോകുമ്പോൾ, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇതാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ നമുക്ക്
അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ്. സോ നമുക്ക് എപ്പോഴും എല്ലാ ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന പാടായിരിക്കും, അല്ലെങ്കിൽ ചില ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാതെ പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ഫംഗ്ഷൻസ് നമ്മൾ എഴുതും. ആ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് നമ്മൾ കുറച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. സോ അത് ഞാൻ ഇവിടെ എഴുതാം. കുറച്ച് ഫംഗ്ഷൻസ്, ബേസിക് ഫംഗ്ഷൻസ് ആണ് എഫ് ഓഫ് ടിയും, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ഒരു ഫംഗ്ഷൻ 1 ആകുമ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. ഇനി ഒരു ഫംഗ്ഷൻ ഇ റേസ് ടു 8 വരുമ്പം അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s - a ആണ്. ഫംഗ്ഷൻ ടി ആകുമ്പോൾ 1/s² എന്ന് എഴുതാം. അതേപോലെ ടി റേസ് ടു n വരുമ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു n+1. ഇനി സൈൻ 8യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ s² + a² ആണ്. കോസ് 8യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s ഡിവൈഡഡ് ബൈ a² + s² + a². അതേപോലെ കോസ് h8യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ സെയിം തന്നെ, ഇവിടെ പ്ലസ് മാറി എന്താവും മൈനസ് ആയി വരും, s² - a². അതേപോലെ സൈൻ h8 എന്ന് പറയുന്നതും ഇത് തന്നെ, പക്ഷേ സൈൻ പ്ലസ് മാറി മൈനസ് വരും, a ഡിവൈഡഡ് ബൈ s² - a². ഇനിയുള്ളത് ഇ റേസ് ടു 8t സൈൻ btയുടെ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് b ഡിവൈഡഡ് ബൈ s - a² + b² ആണ്. അതേപോലെ ഇ റേസ് ടു 8t കോസ് btയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s - a ഡിവൈഡഡ് ബൈ s - a² + b². ഇനി ടി റേസ് ടു n ഇ റേസ് ടു 8യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s - a റേസ് ടു n+1. സോ ഇതെല്ലാം ബേസിക് ഫങ്ഷൻസ് ആണ് ഇതെല്ലാം. സോ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതിയിട്ടുണ്ട്. സോ ഇത് കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കുമ്പം വേറെ ഫംഗ്ഷന് ഇത് കറസ്പോണ്ടിങ് ടേംസ് വെച്ച് നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ഇത്രയും ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാതെ പഠിക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പം ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2t + 8 + cos 2t. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പം L of f of t is equal to ഇത്രയും ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും ഫംഗ്ഷൻസിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. അപ്പം L of f of t എന്ന് പറയുന്നത് 2t + 8 + cos 2t ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓരോ ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 3 ടേമുണ്ട്, 3 ടേമിനും ലാപ്ലേസ് ട്രാൻസ്ഫോം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് L of 2t + L of 8 + L of cos 2t. 2 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t നമുക്കറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t എന്ന് പറയുന്നത് 1/s² ആണ്. സോ ഇവിടെ ഇൻറ്റു 1/s² വരെ, അതായത് 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് L ഓഫ് കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻ്റ് അല്ലേ L ഓഫ് c, ഒരു 8 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് L ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 1/s ആണ്. സോ 8 ഇൻറ്റു 1/s, അതായത് 8/s പ്ലസ് L ഓഫ് കോസ് 80 എന്ന് പറയുന്നത് s ഡിവൈഡഡ് ബൈ s² + a² ആണ്. സോ ഇവിടെ s
ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. സോ 2ൻ്റെ സ്ക്വയർ, അതായത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി മൈനസ് 1 ഹോൾ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഇതൊരു പർട്ടിക്കുലർ എഫ് ഓഫ് ടി, അതായത് ടി മൈനസ് 1 ഹോൾ ക്യൂബ്, ഇതൊരു പർട്ടിക്കുലർ ഫോമിൽ കിടക്കില്ലേ, അതായത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന ഫോമിൽ കിടക്കുകയാണ് ഇത്. സോ ഇത് ആദ്യമേ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. സോ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് ആണ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്. സോ ഈ ഫോം നമ്മൾ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ എയുടെ അടുത്ത് ടിയും ബിയുടെ അടുത്ത് 1 ആണ്. സോ ഇസ് ഈക്വൽ ടു ടി ക്യൂബ്, ഫസ്റ്റ് ടി ക്യൂബ്, അതായത് എയുടെ അടുത്ത് ടി ആണ്. സോ ടി ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ സ്ക്വയർ, അതായത് ടി സ്ക്വയർ ഇൻറ്റു ബി 1 പ്ലസ് 3 ഇൻറ്റു എ എന്ന് പറയുന്നത് ടി ഇൻറ്റു 1 സ്ക്വയർ, അതായത് 1, അതായത് 3t മൈനസ് ബി ക്യൂബ്, അതായത് 1ൻ്റെ ക്യൂബ് 1. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഫോമിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി റേസ് ടു ക്യൂബ്, അതായത് ടി റേസ് ടു എൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. സോ ഇത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ടി റേസ് ടു ക്യൂബ്, അതായത് 3 ഫാക്ടോറിയൽ, ഇവിടെ എൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇവിടെ 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 3 പ്ലസ് 1 മൈനസ് 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ അടുത്ത ടേമിൽ പോവാണ്. മൈനസ് 3 ഇൻറ്റു ടി സ്ക്വയർ ആണ്, അതായത് ഇവിടെ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 2 പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു ടി. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ബൈ എസ് സ്ക്വയർ ആണ്. 3 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ, അതായത് 3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ബൈ എസ് ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3 ഫാക്ടോറിയൽ, അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 2 ഇൻറ്റു 3, അതായത് 6 വരും. 6 ഡിവൈഡ് ബൈ എസ് റേസ് ടു 3 പ്ലസ് 1 എന്ന് പറയുന്ന 4 ആണ്. സോ മൈനസ് 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ, അതായത് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2. സോ 3 ഇൻറ്റു 2 6 ഡിവൈഡ് ബൈ എസ് റേസ് ടു 3 വരും പ്ലസ് 3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 1 ബൈ എസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിലും കോസ് ഒമേഗ ടി, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ആണ്. ഈ ഫോമും വേറെ ഫോമാണ്, അതായത് കോസ് എ പ്ലസ് ബി എന്ന ഫോമിൽ കിടക്കുകയാണ്. കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ആണ്. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അതായത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ എയും ഇവിടെ ബിയും, അതായത് കോസ് എ, അതായത് കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് ബി എന്ന് പറയുന്ന തീറ്റ, ഇനി മൈനസ് സൈൻ എ എന്ന് പറയുന്ന ഒമേഗ ടി ഇൻറ്റു സൈൻ ബി എന്ന് പറയുന്ന തീറ്റ. സോ നമ്മൾ സിംപ്ലിഫൈ ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കണ്ടുപിടിക്കുക. അത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, ഇവിടെ ഇതൊരു ടേമാണ്, ഇത് വേറൊരു ടേമാണ്. ഇതിൽ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, സൈൻ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ ടി വരാത്തതുകൊണ്ടാണ് ഇത് കോൺസ്റ്റൻ്റ് ആയത്. ഇവിടെയും ടി ഇല്ല, സോ ഇതും കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ടേമുകളും കോൺസ്റ്റൻ്റ് ആണെന്ന് ആദ്യം ഓർത്ത് വയ്ക്കുക. ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് അല്ല, ഇത് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. സോ ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ടേമിൻ്റെ ലാപ്ലേസ് അല്ലേ, അത് എൽ ഓഫ് കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് എൽ ഓഫ് സൈൻ ഒമേഗ ടി ഇൻറ്റു
സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കോസ് തീറ്റയും സൈൻ തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ കോസ് തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ സൈൻ തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ആയ ടേംസ് നമുക്ക് പുറത്ത് എഴുതാം. ഇവിടെ കോസ് തീറ്റ ഇൻറ്റു എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇവിടെ സൈൻ തീറ്റ പുറത്ത് എഴുതുമ്പോൾ ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു എൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു എൽ ഓഫ് കോസ് ഒമേഗ ടി. അതായത് എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ഏതാണോ അതിൻ്റെ സ്ക്വയർ, അതായത് ഒമേഗയുടെ സ്ക്വയർ. സോ ഇവിടെ എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. മൈനസ് സൈൻ തീറ്റ അതേപോലെ ഇതാ സൈൻ തീറ്റ ഇൻറ്റു എൽ ഓഫ് സൈൻ ഒമേഗ ടി. അതായത് എൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആദ്യം എഴുതുക, അതായത് ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻ്റ് സ്ക്വയർ, അതായത് ഒമേഗ സ്ക്വയർ. സോ ഇവിടെ എഴുതുക ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3t പ്ലസ് കോസ് 6t മൈനസ് കോസ് എച്ച് 3t. സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് 3t കോസ് എച്ച് 3t ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. സോ ഫസ്റ്റ് ടേം നോക്കുക. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ഇ റേസ് ടു മൈനസ് 3t, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ ആകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് ടേം ഇവിടെ ഏതാണ്, എ എന്ന് പറയുന്നത് -3 ആണ്. സോ -3 പ്ലസ് കോസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് കോസ് എ ടി എന്ന് പറയുന്നത് കോസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടിയുടെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്, അതായത് എ സ്ക്വയർ. അതേപോലെ ഇവിടെ എങ്ങനെ എഴുതാം, ഇവിടെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടിയുടെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് 6, സോ 6ൻ്റെ സ്ക്വയർ മൈനസ് കോസ് എച്ച് എ ടി ആകുമ്പം കോസ് എച്ച് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സോ ഇവിടെ എഴുതാം, ഇവിടെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് കോൺസ്റ്റൻറ്റ് 3, സോ 3യുടെ സ്ക്വയർ സീക്വൽ ടു 1 ബൈ എസ് മൈനസ് അതായത് എസ് പ്ലസ് 3 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36, 6ൻ്റെ സ്ക്വയർ 36 മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 9. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്ത് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ.